താടി വളരും. ഇടതൂർന്ന് കട്ടിയുള്ള മീശയും താടിയും മിക്ക പുരുഷന്മാരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഇതിനായി താടിയിലും മീശയിലും നിരവധി പരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്നവരും കുറവല്ല. താടിയും മീശയും പുതുതലമുറയിൽ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്നു. താടി വളർത്താൻ പലപ്പോഴും ശ്രമിച്ചിട്ടും യാതൊരു പ്രയോജനവുമില്ലാതെ പരാജയപ്പെട്ടയാളാണോ നിങ്ങൾ? എന്നാൽ ഇനി താടി കാര്യത്തിൽ ആകുലപ്പെടേണ്ട. കാരണം താടി വളരുക എന്നത് ഇനി അത്ര വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമല്ല. കാരണം ആയുർവേദത്തിലൂടെ വീട്ടിൽ ചെയ്യാവുന്ന മാർഗങ്ങളിൽ ഇനി ഈ പ്രശ്നത്തെ വളരെ വിദഗ്ധമായി പരിഹരിക്കാം. താടി വളർത്തുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് ആദ്യം അറിയണം. അതിലുപരി പാരമ്പര്യത്തിനും ഇതിൽ വളരെ വലിയൊരു പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ താടി വളർത്തുന്നതിനായി ചില ഗൃഹവൈദ്യ ടിപ്സ് നോക്കാം. വെളിച്ചെണ്ണ കൊണ്ട് മസാജ് ചെയ്യുന്നത് താടി വളരാൻ സഹായിക്കുന്നു. വെളിച്ചെണ്ണയോടൊപ്പം അല്പം റോസ്മേരി ഓയിൽ കൂടി ചേർക്കുകയാണെങ്കിൽ സംഗതി ഉഷാറാകും. നെല്ലിക്കയിട്ട് എണ്ണ കാച്ചി താടിയിൽ മസാജ് ചെയ്യുന്നത് നല്ലതാണ്. ഇതും താടിയുടെ വളർച്ച വർദ്ധിപ്പിക്കും. യാതൊരു വിധത്തിലും താടിയെക്കുറിച്ച് പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ല. നാരങ്ങയും കറുവപ്പട്ടയും സൗന്ദര്യ സംരക്ഷണത്തിന്റെ ഭാഗം തന്നെയാണ് താടി. അതുകൊണ്ട് തന്നെ താടി വളരാൻ 1 സ്പൂൺ നാരങ്ങ നീരും അല്പം കറുവപ്പട്ടയും കൂടി മസാജ് ചെയ്താൽ മതി. യൂക്കാലിപ്സ് ഓയിൽ ഉപയോഗിച്ച് താടിയിൽ മസാജ് ചെയ്യുക. ഇത് താടി വളർത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. മുഖം എപ്പോഴും വൃത്തിയാക്കാം. മുഖത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കും മറ്റും രോമകൂപങ്ങളെ അടയ്ക്കുന്നു. ഇത് പലപ്പോഴും രോമ വളർച്ചയെ തടയുന്നു. നിത്യവും ഷേവ് ചെയ്താൽ താടി മീശ വളർന്ന് പന്തലിക്കുമെന്ന് കരുതുന്നവരാണ് ഭൂരിഭാഗവും. എന്നാൽ യഥാർത്ഥത്തിൽ രോമ വളർച്ചയും ഷേവിങ്ങുമായി വലിയ ബന്ധമൊന്നുമില്ല. അതായത് താടി വളരാൻ കൊതിക്കുന്നവർ ഒരാശ്വാസത്തിന് ഷേവ് ചെയ്യുന്നു എന്ന് മാത്രം. രോമ വളർച്ച നിയന്ത്രിക്കുന്നത് ചർമ്മത്തോട് ചേർന്നുള്ള ഹെയർ ഫോളിക്കിളുകളാണ്. ഈ ഫോളിക്കിളുകളെ ഷേവിംഗ് യാതൊരു വിധത്തിലും സ്വാധീനിക്കുകയില്ല. മുടിയുടെ അല്ലെങ്കിൽ താടിയുടെ ഏറ്റവും പുറമെയുള്ള ഭാഗം മാത്രമാണ് ഷേവ് ചെയ്യപ്പെടുന്നത്. ഇവയ്ക്കാണെങ്കിൽ ജീവനും ഇല്ല. ജീവനില്ലാത്ത ഈ രോമങ്ങൾ ഷേവ് ചെയ്യുന്നത് രോമവളർച്ചയെ യാതൊരു വിധത്തിലും ബാധിക്കില്ല. മുടിയുടെ നിറത്തെയും ബലത്തെയും വളർച്ചയെയും എല്ലാം സ്വാധീനിക്കുന്നത് ഹെയർ ഫോളിക്കിളുകളാണ്. ഷേവ് ചെയ്താൽ മുടിയുടെ നിറം വർദ്ധിക്കും എന്നതും തെറ്റായ ധാരണയാണ്. ഭക്ഷണം ശ്രദ്ധിക്കാം. ആരോഗ്യമുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്. ഇത് രോമവളർച്ചയെ സഹായിക്കും. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. മുട്ടയും ഇറച്ചിയും മീനും എല്ലാം കഴിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇടതൂർന്ന കട്ടിയുള്ള മീശയും താടിയും എല്ലാം വളരാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ഇനി താടി വളരുക എന്നത് അത്ര വലിയ പ്രതിസന്ധിയായി തോന്നുകയില്ല. കാരണം ആയുർവേദങ്ങളിലൂടെയും വീട്ടിൽ ചെയ്യാവുന്ന ചെറിയ മാർഗങ്ങളിലൂടെയും ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതോടൊപ്പം താടി വളരുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഈ ഘടകങ്ങളെയും നമുക്ക് മറികടക്കാം.